ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നെതർലാൻഡ്സിലാണ്. നെതർലാൻഡ്സിൽ ഇന്ന് കാലത്ത് നമുക്ക് 4 സ്ഥലത്തിൽ ഓർഡർ ഇറക്കണുണ്ടായിരുന്നു. അതിന് മുമ്പായിട്ട് നമുക്ക് ബെൽജിയത്തിൽ ഒരു സ്ഥലത്തിൽ ഓർഡർ ഇറക്കണുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തിരക്കിലായിരുന്നു ഇന്ന് കാലത്ത്. അപ്പോൾ കാലത്ത് 5:30 വണ്ടി എടുത്തു, സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ദേ 1:30 ഉച്ചയ്ക്ക് 1:20 ആവാൻ. അപ്പോൾ നമ്മൾ അടുത്ത ലോഡ് എടുക്കാൻ വേണ്ടി പോകണം. കാലത്ത് തന്നെ നല്ല തിരക്കായതുകൊണ്ട് എനിക്ക് ക്യാമറ സെറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അതിനുള്ള നമുക്ക് വേറെ ഇതിൽ ഇത് ചെയ്യാൻ പറ്റിയില്ല എനിക്ക്. കാരണം അത്യാവശ്യം ടെൻഷനിലൊക്കെ ആയിരിക്കും കാലത്ത് തന്നെ. പല സ്ഥലത്ത് ചെല്ലുമ്പോഴും ലോഡ് ഇറക്കണ വേറെ വണ്ടികളുണ്ടാവും. അപ്പോൾ ഇത് അവോക്കാടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ഉച്ചയ്ക്ക് മുമ്പേ തന്നെ ഈ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിലും ലോഡ് ഇറക്കണമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ അടുത്ത ലോഡ് കിട്ടി. നമ്മളപ്പോൾ ലോഡ് കയറ്റാൻ വേണ്ടി പോകുന്നു. ഇതപ്പോൾ നമ്മളിപ്പോൾ കയറ്റാൻ പോകുന്നത് ബിവറേജാണ്. അപ്പോൾ ഇന്ന് കാലത്തപ്പം എന്നോട് ചോദിച്ചു എപ്പോഴാണ് തീരാന്ന് ചോദിച്ചു അൺലോഡിങ്. അപ്പോൾ ഞാനിപ്പോൾ സമയം കുറച്ച് എടുക്കുന്ന പറഞ്ഞത് ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ എന്തിട്ട് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കിട്ടുമ്പോൾ ഇന്ന് രാത്രിയിൽ ഉറക്കത്തില്ല കാര്യത്തിൽ തീരുമാനമാവും. At the interchange Napans Nordhoek, use the right lane to follow signs for A17 toward Rosendal. അപ്പോൾ ഇതെന്താ സംഭവിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ബിവറേജ് ആയതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കേണ്ടി വരും. ഏതാ കുപ്പി എന്നുള്ളത് നമുക്കറിയില്ല. അതൊക്കെ അവിടെ ചെന്നതിന് ശേഷം അറിയുള്ളൂ. അപ്പം എന്നോട് പറഞ്ഞു 3 മണിക്കകത്ത് അയച്ച് അവിടെ എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഒരു 1:30-2 മണിക്കകത്തായിട്ട് അവിടെ എത്തും. 2 മണി വേണ്ട, 1:45 കഴിയുമ്പോഴേക്കും നമ്മളവിടെ എത്തും. അപ്പോൾ അത് കഴിഞ്ഞ് വണ്ടി ഓടിക്കാനായിട്ട് ഇതുണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷെ ഞാൻ എന്തായാലും വണ്ടി എടുക്കണില്ല. കാരണം ഇപ്പോൾ വണ്ടി എടുത്തു കഴിഞ്ഞാലും വൈകിട്ട് ഒരു 7 മണിയാകുമ്പോഴേക്കും 8 മണിയാകുമ്പോഴേക്കും വണ്ടി അവിടെ നിർത്തണം രാത്രി. അത് പാർക്കിങ്ങിൽ കിട്ടിയില്ലെങ്കിൽ അത് പണിയായിരിക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ അങ്ങനത്തെ റിസ്ക് എടുക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. ഇപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിറക്കി കഴിഞ്ഞിട്ട് നമ്മളപ്പോൾ ഇന്ന് നെതർലാൻഡ്സിനെ കിടന്നിട്ട് ഇന്ന് രാത്രി നമ്മൾ ഒന്ന് വണ്ടി എടുത്ത് തെറിക്കും. അങ്ങനെയാണ് വിചാരിക്കുന്നത്. അത്യാവശ്യം നല്ല മഴയൊക്കെ ഉണ്ട് നെതർലാൻഡ്സിൽ. ഏകദേശം പൊതുവെ കാലാവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്, പ്രത്യേകിച്ച് ഈ സമയത്ത്. ഈ വഴിയിൽ ഓവർടേക്കിങ് പ്രൊഹിബിറ്റഡ് ആണ്. അടുത്തൗത്ത് ട്രക്കുകൾക്ക് എടുക്കാൻ പാടില്ല. ഉച്ചയ്ക്ക് 10 മണി വരെ ഉള്ളു. പിന്നെ 3 മണി തൊട്ടാണ് ഓവർടേക്കിങ് പാടില്ലാത്തത്. അപ്പോൾ നമുക്കിപ്പോൾ ഓവർടേക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ചെയ്യാം. ഓവർടേക്കിങ് ചെയ്യാൻ പാടില്ലാത്ത സമയം കൊടുത്തിട്ടുണ്ട്. 3 മണി തൊട്ട് വൈകിട്ട് പാടില്ല. അപ്പോൾ പണി പാളിയോ എന്നൊരു സംശയം. അത് പോലീസാണ്.
മഴയത്തും മരുകൂടെ എന്തിനാ വന്ന് കിടക്കണേന്നുള്ള നമുക്കറിയില്ല. ഇനിയിപ്പോൾ ഒരു 4 കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഔട്ട് എടുക്കണം. പിന്നൊരു 1.5 കിലോമീറ്റർ കൂടെ ഉള്ളൂ. In 3 kilometers, take exit 20 towards Stepfulden. En 2 kilómetros y medio, toma la salida 20 a la derecha en dirección Industrie Terry Wirtschaft 2000-2099, después gira a la izquierda por la primera calle. നമ്മളപ്പോൾ ഈ പറഞ്ഞ സ്ഥലത്ത് നിന്ന് പല പ്രാവശ്യം നമ്മൾ ലോഡ് കയറ്റിയിട്ടുണ്ട്. ബിവറേജസ് ആകുമ്പോൾ ആ സമയത്ത് വല്ല ഉരുളക്കിഴങ്ങോ വല്ല അങ്ങനത്തെ വല്ല സംഭവങ്ങളൊക്കെയാണെന്ന് വെച്ചാൽ ഇത്രയ്ക്ക് ടെൻഷൻ്റെ ആവശ്യമില്ല. Toma la salida 20 a la derecha en dirección Industrie Terry Wirtschaft 2000-2099, después gira a la In izquierda por la 600 primera calle. meters, take exit 20 towards Stepfulden. അതാണ് പോലീസുകാർ വരാഞ്ഞ. കാരണം ഇപ്പം 1:30 ആയിട്ടുള്ളൂ. 3 മണി തൊട്ടാണ് ഓട്ടോയും പാടില്ലാത്തവിടെ. കാലത്ത് 10 മണി വരെ, പിന്നെ ഉച്ചയ്ക്ക് 3 തൊട്ട് വൈകിട്ട് വരെ. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഔട്ട് എടുത്തിട്ട് നമ്മുടെ Take സ്വന്തം exit സ്ഥലത്തേക്ക് 20. ഇതിന് ഇവിടുത്തെ En este ഇൻഡസ്ട്രിയൽ paso, ഏരിയ. gira a la izquierda. In 500 meters, turn left onto Stepfulden. ഓ, ബ്രേക്ക് Turn സൂക്ഷിച്ചില്ലെങ്കിൽ left onto കിട്ടില്ല. Stepfulden. ഓയ്, വെള്ളത്തിൽ ടയർ പിടിച്ചിട്ട് കിടന്ന് കറങ്ങണ്ട. Continue on Stepfulden for 1 kilometer. En 900 metros, gira a la derecha en Borreguer. കിടന്നങ്ങോട്ട് കറങ്ങിയെടുക്കുമ്പോഴൊരു ഇവിടെ 50 സ്പീഡ് ലിമിറ്റ്. En 600 metros, gira a la derecha en Borreguer.
ഇവിടെ 200 meters, turn right onto Borcherworth. ഇത് എവിടെയാണാവോ ഇതിന്റെ സംഭവം? Gira a la derecha en Borcherworth. ഇതൊക്കെ തന്നെ സ്ഥലം. Take the next right onto Borcherworth. തന്നെ ഇവിടെയൊക്കെ തന്നെയാണ്. En 700 metros, llegarás In al 500 destino. meters, Borcherworth your 25. destination will be on the El destino right. queda a la derecha. നമുക്ക് ലോഡ് കയറ്റുന്നത് അവിടെ നിന്നാണ്. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അങ്ങോട്ട് കയറിയിട്ട് നമ്മളെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യേണ്ടി വരും. മഴ ഇപ്പം ചെറുതായിട്ടൊന്ന് കുറഞ്ഞ കാരണം കൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ കൂട്ടുകാരെ നമുക്ക് അതാണ് അതിൻ്റെ ഓഫീസ്. ഓഫീസ് വന്നിട്ട് ഇതല്ല, ഇതിൻ്റെ അപ്പുറത്താണ് ഓഫീസ്. നമുക്ക് അവിടെ പോയി സംഭവം കൊടുത്തതിന് ശേഷം Your destination is on the right. En 100 metros, llegarás al destino. Borcherworth 25. El destino queda a la derecha. പുറത്തുനിന്നൊരു സൈക്കിൾ വെച്ച് തന്നെയുണ്ട്. അതിനെ പറഞ്ഞു വിട്ടിട്ട് വേണം വണ്ടി എടുക്കാനായിട്ട്. വേറെ വണ്ടികളൊന്നുമില്ല, വേറെ സൈക്കിളും ഇല്ല. അപ്പം അതിൻ്റെ പേരിൽ നമുക്ക് വണ്ടി കുറച്ച് ഫ്രണ്ടിലേക്ക് എടുത്തിടാം. തൽക്കാലത്തേക്ക് ഇവിടെ വണ്ടികളൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ ഇവിടെ എങ്ങാനും ചെറിയ രീതിയിൽ എങ്ങാനും വണ്ടി ഒതുക്കാം. ഇല്ല, ഇതിവിടെ സ്ഥലമുണ്ട്. മുട്ടിയില മിക്കവാറും എന്താ വണ്ടി കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് അങ്ങനെ പോകണ്ട. ഇതായിരിക്കും ഓൺലൈനിൽ ഏറ്റവും നല്ല പരിപാടി. വളയ്ക്കാൻ പറ്റില്ല, വെറുതെ കാര്യമില്ല. അപ്പോൾ കൂട്ടുകാരെ നമുക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തിട്ട് വരാം. ഇവിടെയാണ് സ്ഥലം. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ പോയി ഡീൽ ചെയ്തിട്ട് വരാം.